ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ തല മറയ്ക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ ഔറത്ത് മറയ്ക്കേണ്ടതുണ്ടോ? ഔറത്ത് വെളിവാക്കി ഓതിക്കഴിഞ്ഞാൽ ആ ഖുർആൻ ഒത്ത് ശരിയാകുമോ? ഇതുപോലെ പല ആളുകൾക്ക് സംശയമുണ്ട്. നമുക്ക് പരിശോധിക്കാം. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായൊരു ഘടകമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിലെ ഒരു ഷർത്താണ് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത്. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗവും സ്ത്രീയുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ വേണം നമസ്കരിക്കാൻ. കാരണം നമസ്കാരത്തിൻ്റെ ഷർത്താണ് ഔറത്ത് മറയ്ക്കുക എന്നുള്ള കാരണത്താൽ ഇത് വെളിവാക്കിക്കൊണ്ട് നമസ്കരിച്ചാൽ ആ നമസ്കാരം ബാത്തിലാകും എന്നത് തീർച്ചയാണ്. എന്നാൽ ഖുർആൻ ഓതുന്ന സമയത്ത് ഇങ്ങനെ മറയ്ക്കണം എന്ന ഒരു നിബന്ധനയില്ല എന്ന് കരുതി ഇത് വെളിവാക്കി ഓതാൻ ലൈസൻസ് തരികയല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്ന സമയത്ത് അതിനോടുള്ള എല്ലാ ആദാബുകളും എല്ലാ ബഹുമാനത്തോടുകൂടി മര്യാദകളൊക്കെ പാലിച്ചു വേണം തന്നെ ഓതാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ തൊടാതെ കാണാതെ ഓതുന്നത് വിഷയത്തിൽ വുളു എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അത് തൊടാൻ വുളു വേണം. എന്നാൽ ഒരു മനുഷ്യൻ ഓതുമ്പോൾ വുളു എടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ലൈസൻസ് കൊടുക്കില്ല. മറിച്ച് അവിടെ ഖുർആനോടുള്ള അദബ് എന്ന നിലക്ക് വുളു എടുക്കൽ തന്നെയാണ് ഉത്തമം. ഇതേപോലെ ഖുർആൻ ഓതുന്ന സമയത്ത് ഔറത്ത് വെളിവാക്കണമെന്ന് പറയുന്നില്ല. ഖുർആൻ ഓതുന്ന സമയത്ത് കൃത്യമായി ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് തന്നെ വേണം ആ പരിശുദ്ധ ഖുർആൻ്റെ ആദാബുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യാൻ. എന്നാൽ ഈ ഖുർആൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഔറത്ത് എവിടെയെങ്കിലും വെളിവായാൽ ഖുർആൻ ഓതേ ശരിയായിട്ടില്ല, കുറ്റകരമാണ് എന്ന് അതിലർത്ഥമില്ല.